ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചുരയ്ക്ക തോരൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചുരയ്ക്ക. ഞാൻ ഇങ്ങനെയാണ് ഇത് അരിഞ്ഞെടുത്തത് ഈ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ ഇതിനെന്താ പേര് പറയുന്നത്? ചുരയ്ക്ക തന്നെയാണോ? ഞങ്ങൾ ചിരങ്ങ എന്ന് പറയും, ചെരങ്ങ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തത്. അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ചുരക്കയാണ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല ഒന്ന് കുക്കാവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കുക്കാവണ്ട. അതിലേക്ക് അതിന് മുന്നേ ഇതിലേക്ക് നാളികേരം ചേർക്കാനുള്ളത് റെഡിയാക്കി വെക്കണം. അപ്പോൾ നാളികേരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാറുണ്ടോ എനിക്കറിയില്ല. ഞാനിത് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരി. ഈ ഒരു തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിലേക്ക് നാളികേരത്തിന് വേണ്ട എന്തൊക്കെയാ നോക്കാം. അപ്പം ഞാൻ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് 3 വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ സ്പൈസിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഞാൻ ചതച്ചെടുത്തു. നമ്മളെ തോരൻ എന്തായി നോക്കാം. അപ്പം അത് തുറന്നു നോക്കി. അപ്പോൾ ഒന്ന് ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ പച്ചക്കറി വാങ്ങിക്കാറുണ്ടോ? ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഇതുകൊണ്ട് താളിപ്പ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നാളികേരം അരയ്ക്കാത്ത കറിയാണ് താളിപ്പ് എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ച് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ കറിക്ക്. അതൊരു ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് പേരൊന്നും ഈ ഒരു ചുരയ്ക്ക എന്ന് പറഞ്ഞ പച്ചക്കറി വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ച നാളികേരം ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ ഈ നാളികേരത്തിന് ഒന്ന് ഈ ചുരയ്ക്ക വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് അങ്ങനെ സ്റ്റൗവിൽ വെക്കും. അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ നാളികേരത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ആ ചുരക്കയിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വരും. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഇപ്പോൾ ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുക്കാവും. ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു തോരന് വേണ്ടിയിട്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു തോരനാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസിയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് ഫുള്ളി കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വയ്ക്കാം, അത്രേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് ഈ തോരൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്, കണ്ടില്ലേ? നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് തോരൻ്റെ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. മണം വരുന്നുണ്ട്. ഉപ്പുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സ്മെല്ല് വരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇത് നല്ല അടിപൊളി തോരനാണ്.